ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനിമയുടെ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാമെന്ന് രാരേട്ടൻ സത്യനാന്തിക്കാട് കൂട്ടുകെട്ടിലെത്തി എത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ 17ാം ദിവസമായിട്ടുള്ള 3ാം ശനിയാഴ്ചയായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും 17 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. രാരേട്ടൻ, മാളവിക മോഹനൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ഹിറ്റ് ഡയറക്ടറും ഹിറ്റ് കൂട്ടുകെട്ടുമായിട്ടുള്ള സത്യനാന്തിക്കാട് ഒരുക്കിയ ചിത്രമായിരുന്നു ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ. ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായം, മികച്ച കളക്ഷൻ ചിത്രം സ്വന്തമാക്കിയെങ്കിലും ഓണം വിന്നറായിട്ട് മാറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും രോഗിയുടെ അപ്രതീക്ഷിത മുന്നേറ്റത്തിൽ നേരിയ തോതിലെങ്കിലും ഹൃദയപൂർവ്വത്തിന് കളക്ഷൻ ഇടിവുണ്ടായി. എങ്കിൽ പോലും ചിത്രം നല്ലൊരു കളക്ഷൻ തന്നെ 3ാം ആഴ്ചയായിട്ട് കിടക്കുമ്പോഴും സ്വന്തമാക്കിയാണ്. 17ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് 3ാം ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1.5 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ 17 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 35 കോടി 10 ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 4 കോടി 40 ലക്ഷം രൂപ, ഓവർസീസിൽ നിന്നായിട്ട് $3.10 മില്യൺ സ്വന്തമാക്കി. അങ്ങനെ ചിത്രം 17 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 66 കോടി 50 ലക്ഷം രൂപയോളം സ്വന്തമാക്കി രാരേട്ടന്റെ വിജയക്കുതിപ്പ് തുടരുകയാണ്. ഒരുപക്ഷെ ഈ ഒരു വർഷത്തെ മറ്റൊരു 100 കോടി ചിത്രമായിട്ട് മാറാൻ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന രാരേട്ടൻ ചിത്രത്തിന് സാധിക്കുന്ന സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുകയാണ്. കാത്തിരുന്നതിന് കാണാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾ എത്രത്തോളം വലിയ രീതിയിൽ വിജയങ്ങൾ സ്വന്തമാക്കുന്നറിയാൻ വേണ്ടി. അപ്പോൾ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന രാരേട്ടൻ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾക്കും ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കും കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.